പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന ഇ.പി. ജയരാജൻ തുറന്നു പറഞ്ഞത് വോട്ടെടുപ്പ് ദിനത്തിൽ ആയുധമാക്കുന്നു പ്രതിപക്ഷം. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കരുവന്നൂർ ലാവ്ലിൻ കേസുകളിൽ ഒന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ജാവ്ദേക്കർ ഇ.പി.യെ കണ്ടതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പറഞ്ഞു. കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന LDF കൺവീനർ ഇ.പി. ജയരാജൻ പറഞ്ഞത് വോട്ടെടുപ്പ് ദിനം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ നടന്ന കൂടിക്കാഴ്ചയെന്നും കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. അതായത് ജാവ്ദേക്കറെ ഇ.പി. ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ്. ഇപ്പൊ എന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോ കൂട്ടുപ്രതിയെ തള്ളിപ്പറയുകയാണ്. അത് പറയാം, ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവുമെന്ന്. നല്ല ശിവനാണെങ്കിൽ കത്തിയെരിഞ്ഞു പോകും പാപി. നല്ല ശിവനാണ്, ഒറിജിനൽ ശിവനാണെങ്കിൽ. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇ.പി. ജയരാജൻ ശരിവെച്ചുവെന്ന KPCC അധ്യക്ഷനും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K. സുധാകരൻ. രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന ഇ.പി.യുടെ പ്രസ്താവന തമാശയെന്നും K. സുധാകരൻ. നമ്മൾ പറഞ്ഞു അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ ധാരണ എത്തിയിട്ടുണ്ട്. ഇയാൾ ധാരണ എത്തിയെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ബാക്കി കണ്ടു, സംസാരിച്ചു, വീട്ടിൽ വന്നു, ചായ കുടിച്ചു, ഇത്രയൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞതാണല്ലേ ശരി, അയാൾ പറഞ്ഞതാണോ ശരി? രാഷ്ട്രീയം പറയാണ്ട് പിന്നെ രാമകഥയാണ് പറഞ്ഞത്. CPIM BJP ഡീൽ സത്യമെന്ന് തെളിഞ്ഞുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കുറ്റപ്പെടുത്തി. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ജാവ്ദേക്കർ ഇ.പി. ചർച്ചയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അവകാശപ്പെട്ടു. ഒരിക്കലും BJPയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജൂൺ 4 ശേഷം കൂട്ടത്തോടെ LDF UDF മുന്നണികളിലെ പ്രമുഖർ BJPയിൽ ചേരും. അതാ ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്ത് BJP CPIM രഹസ്യധാരണയെന്ന പ്രതിപക്ഷ ആരോപണം പുതിയ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്നതായാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ എന്തായാലും അത് ഉടനെ ദിനമൂന്ന് ചർച്ചയല്ല, അത് ദീർഘനാളത്തേക്കുള്ള ചർച്ചയുടെ ഇന്ധനമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കവുമില്ല.